നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. സ്വകാര്യ ആശുപത്രി പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി നീട്ടി. സെപ്റ്റംബർ 30 വരെ പിഴ കൂടാതെ രജിസ്ട്രേഷൻ പുതുക്കാം. ഇതിനുവേണ്ട സംവിധാനം കെ-സ്മാർട്ടിൽ ഒരുക്കും. ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇപ്പോൾ രജിസ്ട്രേഷൻ നീട്ടി നൽകാനിടയായത് എന്തുകൊണ്ടാണ്? യെസ്, ആഷിഖിലേക്ക് വരാം. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധിയാണ് നീട്ടി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. സെപ്റ്റംബർ 30 വരെ പിഴ കൂടാതെ തന്നെ സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കും. ഇതിനുവേണ്ട സംവിധാനങ്ങൾ കെ-സ്മാർട്ടിൽ ഒരുക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രി പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധിയാണ് നീട്ടി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് പിഴ കൂടാതെ സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഒരനുമതി ഉണ്ടാവുക. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇപ്പോൾ രജിസ്ട്രേഷൻ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണത് സ്വകാര്യ ആശുപത്രികളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു അഭ്യർത്ഥന മാനിച്ചാണോ ഈ ഒരു നടപടി? തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ മാർച്ച് 21 വരെയായിരുന്നു രജിസ്ട്രേഷൻ പിഴ കൂടാതെ പുതുക്കി നൽകാനുള്ള സ്വകാര്യ ആശുപത്രികളുടെയും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെയും തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഈ കഴിഞ്ഞ കൊച്ചിയിൽ വെച്ച് നടന്ന തദ്ദേശ സ്വയംഭരണ അദാലത്തിൽ പരാതിയായി വരികയും ഇതേ തുടർന്ന് ഈ പരാതി പരിഗണിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വരുന്ന സെപ്റ്റംബർ 20 വരെ ഈ തീയതി നീട്ടി നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. മുൻപ് തന്നെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നീട്ടി നൽകുന്നതിനുള്ള തീയതി സെപ്റ്റംബർ 20 വരെ നീട്ടിയിരുന്നു. ഈ തീരുമാനം, ഈ ഉത്തരവ് സ്വകാര്യ ആശുപത്രികൾക്കും പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്ന തീരുമാനമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്.